വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് OIT ബേസിക്സ്. നമ്മുടെ കുറച്ച് പ്രീവിയസ് വീഡിയോസിൽ പല തരത്തിലുള്ള റോൾ പ്ലേസിനെ പറ്റിയൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ അകത്ത് നമ്മൾ ബ്രീഫായിട്ട് എന്താണ് ജസ്റ്റ് എക്സാമിൻ്റെ റോൾ പ്ലേസ് എന്ന് പറഞ്ഞായിരുന്നു. ഇന്ന് നമ്മൾ ഈ ജസ്റ്റ് എക്സാമിൻ്റെ കേസ് എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. ഫോർ ദാറ്റ് വി ക്യാൻ യൂസ് ദ ടൈം ലൈൻ ഓഫ് ആൻ അൺനോൺ കേസ്. ടൈം ലൈൻ എന്ന് പറയുമ്പോൾ ആ ഒരു അൺനോൺ കേസിൻ്റെ ഗ്രീറ്റിംഗ് മുതൽ കൺക്ലൂഡ് ചെയ്യുന്നിടം വരെയുള്ള ഒരു ലൈനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു അൺനോൺ കേസിൽ ആദ്യമേ ഗ്രീറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പ്ലീസ് ബി സീറ്റഡ്, അത് കഴിഞ്ഞിട്ട് യുവർ ഇൻട്രോ, പിന്നെ എന്തിനു വന്നു എന്ന് ചോദിക്കുക. അന്നേരം പേഷ്യൻ്റ് അവരുടെ കൺസേൺ പറയും. ആ കൺസേൺ കേട്ടതിന് ശേഷം അവരുടെ പേര് നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ പേർപ്പസിനായിട്ട് നമ്മൾ ചോദിക്കുന്നു. അതിനുശേഷം ഒരു എക്സാമിനേഷൻ ചെയ്യേണ്ട കേസാണ് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവർ എക്സാമിൻ ചെയ്യണം അല്ലേ. സോ ഫോർ ദാറ്റ് ബിഫോർ പ്രൊസീഡിങ് ഫർദർ ഷാൽ ഐ എക്സാമിൻ യു, അല്ലെങ്കിൽ ടു ഗെറ്റ് എ ക്ലിയർ പിക്ചർ ഓഫ് യു കണ്ടീഷൻ മേ ഐ എക്സാമിൻ യു എന്നുള്ള ചോദ്യം ചോദിക്കുക. ശേഷം ഒരു 2 സെക്കൻഡ് ഗ്യാപ്പ് എടുക്കുക. എന്തിനാണ്? നമ്മൾ ആ ഒരു എക്സാമിൻ ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ്. സോ 2 സെക്കൻഡ് ഗ്യാപ്പ് എടുത്തതിന് ശേഷം താങ്ക് യു ഫോർ അലവിങ് മീ ടു എക്സാമിൻ യു ആൻഡ് ബേസ്ഡ് ഓൺ മൈ എക്സാമിനേഷൻ ഐ ക്യാൻ സീ ദാറ്റ് യുവർ കണ്ടീഷൻ ഈസ് സോ ആൻഡ് സോ. പിന്നെ അതിന് തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കാർഡിലുള്ള ടാസ്കുകളാണ്. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. ഇതാണൊരു ടിപ്പിക്കൽ അൺനോൺ റോൾ പ്ലേയുടെ ടൈം ലൈൻ എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് എക്സാമിൻ്റെ റോൾ പ്ലേയുടെ ടൈം ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു 2 സെക്കൻഡ് ഗ്യാപ്പ് എടുത്തില്ലേ, അതിന് ശേഷം ഉള്ള കാര്യങ്ങൾ തൊട്ടാണ് ജസ്റ്റ് എക്സാമിൻ്റെ കേസിൽ റോൾ പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് മുൻപുള്ള നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഗ്രീറ്റിംഗ്സ്, ഇൻട്രോ, ഡോക്യുമെൻറ്റേഷനായി പേര് ചോദിക്കുന്നത്, ഇതൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞു എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. സോ ദാറ്റ് മീൻസ് ജസ്റ്റ് എക്സാമിൻ്റെ കേസാണ് എന്നതൊക്കെ മനസ്സിലാകുവാണ് എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കാം. നിങ്ങൾ ഗ്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻട്രോ കൊടുക്കേണ്ട ആവശ്യമില്ല, ഡോക്യുമെൻറ്റേഷനായി പേര് കൊടുക്കേണ്ട ആവശ്യമില്ല. നേരെ എന്ത് ചെയ്താൽ മതി? ആ ഒരു എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് താങ്ക് യു ഫോർ അലവിങ് മീ എന്നുള്ള രീതിയിൽ അങ്ങ് തുടങ്ങിയാൽ മാത്രം മതി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അവോയ്ഡ് ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, അതായത് അസ്യൂം ചെയ്ത് അവോയ്ഡ് ചെയ്ത കാര്യങ്ങൾക്കിടയിലുള്ളൊരു പോയിന്റിലാണ് നമ്മൾ ഈ പേഷ്യൻറ്റിൻ്റെ പേര് ചോദിച്ച് വെക്കുന്നത്. അത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെ നിന്ന് ഈ പേര് കിട്ടും അല്ലേ. സോ നമ്മുടെ പ്രിപ്പറേഷൻ ടൈമിൽ ഈ പേര് നമുക്ക് ചോദിച്ചെടുക്കണം. ദാറ്റ് ഈസ് എങ്ങനെയാണ് ചോദിക്കേണ്ടത്? ഹൗ മേ ഐ അഡ്രസ് യു ഡ്യൂറിങ് ദ റോൾ പ്ലേ എന്ന് ഇൻ്റർലോക്യൂട്ടറിനോട് ചോദിക്കുക. അദ്ദേഹം ഒരു പേര് പറഞ്ഞു തരും, അത് എഴുതുക. ഇനി ഒരു പ്രോപ്പർ ജസ്റ്റ് എക്സാമിൻ കേസിൻ്റെ ടൈം ലൈൻ എന്താണ് ഇപ്പം മനസ്സിലായി കാണുമല്ലോ. വി ക്യാൻ ഹാവ് എ ലുക്ക് അറ്റ് ദാറ്റ്. ഫസ്റ്റ്ലി, താങ്ക് യു ഫോർ അലവിങ് മീ ടു എക്സാമിൻ യു ജോൺ. സോ ബേസ്ഡ് ഓൺ മൈ എക്സാമിനേഷൻ ഐ ക്യാൻ സീ ദാറ്റ് യുവർ കണ്ടീഷൻ ഈസ് സോ ആൻഡ് സോ. അത് കഴിഞ്ഞ് നമ്മുടെ ടാസ്കുകൾ ഏറ്റവും അവസാനം കൺക്ലൂഷൻ. സോ ജസ്റ്റ് എക്സാമിൻ്റെ കേസ് എന്നുള്ളത് എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫോളോ ജഡ്ജസ് അക്കാഡമി ഓൺ ഓൾ ദി സോഷ്യൽസ് ഫോർ മോർ OIT റിലേറ്റഡ് ടിപ്സ്. ഉറപ്പാണ് വിജയം.